ഉറങ്ങാത്ത സുന്ദരി. പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത ഉറങ്ങാത്ത സുന്ദരി 1969 മെയ് 1 പ്രദർശനം തുടങ്ങി. കഥ, തിരക്കഥ, സംഭാഷണം ശ്രീ. ഗാനരചന വയലാർ. സംഗീതം ജി ദേവരാജൻ. പാടിയവർ യേശുദാസ്, കമുകറ പുരുഷോത്തമൻ, പി സുശീല, പി ലീല, ബി വസന്ത. ഛായാഗ്രഹണം ENC നായർ. ഡാഫ്നെ ഡ്യൂ മോറിയയുടെ പ്രസിദ്ധമായ റബേക്ക എന്ന പേരിൽ 1938 എഴുതിയ നോവലിൻ്റെ ചലച്ചിത്ര രൂപമായിരുന്നു ഇത്. റബേക്ക എന്ന പേരിൽ ഹിച്ച്കോക്ക് ഈ നോവൽ 1940 ചലച്ചിത്രമാക്കി. 1964 കോഹ്റ എന്ന പേരിൽ ഇതിൻ്റെ ഹിന്ദി പതിപ്പിറങ്ങി. 2005 ഈ നോവൽ സസ്നേഹം സുമിത്ര എന്ന പേരിൽ മലയാളത്തിൽ വീണ്ടും ആവിഷ്കരിച്ചു. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: സത്യൻ വിക്രമൻ കർത്ത, രാജശ്രീ വിലാസിനി, KV ശാന്തി, പ്രഭാവതി, ജയഭാരതി മധുമതി, ബഹദൂർ പണിക്കർ, അടൂർ പങ്കജം, മാധവി, KP ഉമ്മർ, സുധാകരൻ, നെല്ലിക്കോട് ഭാസ്കരൻ, പുരുഷോത്തമൻ, കരമന ജനാർദ്ദനൻ നായർ, അഭിഭാഷകൻ, പങ്കജവല്ലി, വിക്രമൻ്റെ അമ്മായി, SP പിള്ള, ഭ്രാന്തൻ. നൃത്തവേദിയിലെ ആകർഷക താരമാണ് സുന്ദരിയായ വിലാസിനി. സമ്പന്നനായ വിക്രമൻ കർത്തയ്ക്ക് അവളിൽ അഭിനിവേശം തോന്നി. അവളെ വിവാഹം കഴിച്ചു. എന്നാൽ അവൾക്ക് മറ്റൊരു കാമുകനുണ്ടായിരുന്നു. അയാൾ തൻ്റെ കസിനാണെന്നാണ് വിലാസിനി പറഞ്ഞിരുന്നത്. ഇടയ്ക്കിടെ അയാളോടൊത്ത് വിലാസിനി ഉല്ലസിച്ച് നടന്നു. വിക്രമൻ്റെ അമ്മയ്ക്കും വേലക്കാരിക്കും വിലാസിനിയെ ഇഷ്ടമാണെങ്കിലും സഹോദരി മധുമതിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു നാൾ വിക്രമൻ കർത്താവ് റെസ്റ്റോറൻറ്റിൽ കയറി ചെന്നപ്പോൾ കൂട്ടുകാരുമൊത്ത് മദ്യപിച്ച് രസിക്കുന്ന വിലാസിനിയെ കണ്ടു. പിന്നീട് വീട്ടിലെത്തിയ വിലാസിനിയുമായി വിക്രമൻ കർത്ത കലഹിച്ചു. അവൾ വീട് വിട്ടിറങ്ങി കടപ്പുറത്തുള്ള ബോട്ട് ഹൗസിലേക്ക് പോയി. പിന്നീട് അവളെ ആരും കണ്ടില്ല. വിലാസിനി മരിച്ചതാണ്, അല്ല വിക്രമൻ കർത്ത കൊന്നതാണ് എന്നൊക്കെ അഭ്യൂഹം പരന്നെങ്കിലും വിലാസിനി കടലിൽ വീണ് മരിച്ചെന്നാണ് പോലീസ് എഴുതി തള്ളിയത്. വിക്രമൻ കർത്ത നിരാശിതനായി. ഒരു നാൾ കടപ്പുറത്തിരിക്കുമ്പോൾ ജീവിതമാർഗം നഷ്ടപ്പെട്ട പ്രഭാവതി എന്ന യുവതി കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് അയാൾ കണ്ടു. അവളെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്നു മാത്രമല്ല, അവളെ അയാൾ വിവാഹം കഴിക്കുകയും ചെയ്തു. മധുമതിക്ക് അവളെ ഇഷ്ടമായെങ്കിലും മറ്റുള്ളവർക്ക് അവളെ അത്ര ഇഷ്ടമായില്ല. എപ്പോഴും അവർ വിലാസിനിയെ പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടേയിരുന്നു. മാത്രവുമല്ല, വിക്രമൻ കർത്തയുടെ മനസ്സ് അപ്പോഴും വിലാസിനി തന്നെയായിരുന്നു. അവൾ അതിൽ നിന്ന് മോചിപ്പിക്കാൻ എത്ര ശ്രമിച്ചിട്ടും ഫലവത്തായില്ല. രാത്രികാലങ്ങളിൽ ഇഷ്ടഗാനവും പാടി ഒരു പ്രേതം വീട്ടിൽ വരാൻ തുടങ്ങി. പ്രഭാവതി പരിഭ്രാന്തയായി. പരിഷ്കാരത്തോടെ വസ്ത്രം ധരിച്ച പ്രഭാവതിയെ ഒരു നാൾ കഠിനമായി വിക്രമൻ കർത്ത ഭർഷിച്ചപ്പോൾ നിരാശിതയായ അവൾ വീട് വിട്ടിറങ്ങി. വിക്രമൻ നായർ തടഞ്ഞു. അയാൾ തൻ്റെ മനോദുഃഖം പങ്കുവച്ചെന്ന് മാത്രമല്ല, വിലാസിനിയെ വെറുക്കുന്നതായും അറിയിച്ചു. പ്രഭാവതി സമാധാനത്തിലായി. യഥാർത്ഥത്തിൽ പ്രേതമായി വന്നിരുന്നത് വേലക്കാരിയാണെന്നും ഇഷ്ടഗാനം ടേപ്പ് റെക്കോർഡിൽ പ്ലേ ചെയ്യിച്ച് ഇത്തരം ഒരു രംഗം സൃഷ്ടിച്ചത് അമ്മയും വേലക്കാരിയും കൂടിയാണെന്നും മധുമതി വിലാസിനിയെ അറിയിച്ചു. പ്രഭാവതിയെ ഓടിക്കാനാണത്രേ ഇവർ ഈ അടവ് ചെയ്തത്. വിക്രമൻ്റെ ഒരു ബോട്ട് കടലിൽ നിന്നും കണ്ടെത്തി, കൂടെ ഒരു അസ്ഥിപഞ്ജരവും. പോലീസ് ആ അസ്ഥിക്കൂടം വിലാസിനിയുടേതാണെന്ന് സംശയിച്ച് വിശദീകരണം തേടാൻ വിക്രമൻ്റെ അടുത്തെത്തി. പോലീസിനെ അയാൾ മടക്കി അയച്ചു. താൻ തന്നെയാണ് വിലാസിനിയെ കൊന്ന് ബോട്ടിലിട്ട് കടലിൽ താഴ്ത്തിയതെന്ന് വിക്രമൻ പ്രഭാവതിയോട് പറഞ്ഞു. വിലാസിനിയുടെ പഴയ കാമുകൻ വിക്രമൻ കർത്തയുടെ അടുത്തെത്തി. വൻ തുകയ്ക്ക് വേണ്ടി അയാൾ ഭീഷണി മുഴക്കി. വിക്രമൻ കർത്ത അയാളെ അടിച്ചോടിച്ചു. വിലാസിനിയുടെ കൊലപാതകത്തിൽ കുറ്റക്കാരനായി വിക്രമൻ കർത്തയെ അറസ്റ്റ് ചെയ്തു. തെളിവുകളെല്ലാം അയാൾക്കെതിരായിരുന്നു. ഈ സമയം കടപ്പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ദൃക്സാക്ഷിയായ ഒരു ഭ്രാന്തൻ കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. വിക്രമനുമായി വഴക്കുണ്ടായ രാത്രിയിൽ വിലാസിനി അവളുടെ കാമുകനെ കണ്ടുമുട്ടിയെന്നും അവർ തമ്മിൽ സംഘട്ടനമുണ്ടായെന്നും അയാൾ തോക്കിൽ നിന്നും നിറയൊഴിച്ചു. അതേറ്റ വിലാസിനി മരിച്ചുവെന്നും പരിഭ്രാന്തനായ കാമുകൻ ആ ജഡം വിക്രമൻ കർത്തയുടെ ബോട്ടിൽ ഒളിപ്പിച്ചു വെച്ചുവെന്നും പറഞ്ഞു. തുടർന്ന് ബോട്ടുമായി കടലിലേക്ക് തിരിച്ച വിക്രമൻ
യാദൃച്ഛികമായി ബോട്ട് മുങ്ങിപ്പോയെന്നും വിക്രമൻ രക്ഷപ്പെട്ടുവെന്നും ഭ്രാന്തൻ മൊഴി പറഞ്ഞു. നിരപരാധിയാണ് വിക്രമൻ എന്ന് മനസ്സിലാക്കിയ കോടതി അയാളെ മോചിപ്പിച്ചു. വിക്രമനും പ്രഭാവതിയും ഒന്നു ചേർന്നു.